ഹലോ. അപ്പം അങ്ങനെ വീണ്ടും ഒരു വ്ളോഗായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഹെൽമെറ്റും മാസ്കും ഗ്ലാസ്സൊക്കെ വെച്ച് അത്രയും വെയിലുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടത്. ഇപ്പം പിന്നെ മഴ സീസണായി. ഞാൻ കുറേ മുന്നേ എടുത്ത് വെച്ചതാണ്, കുറേ മുന്നേ വെച്ചാൽ കഴിഞ്ഞ മാസം. അപ്പം ഞങ്ങൾ പാലക്കാട് ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു, മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് പേര് ഡെയിലി ഞാൻ സ്റ്റാറ്റസിൽ കാണും, എൻ്റെ ഫോണിൽ ഒരുപാട് പേര് അവിടേക്ക് പോണതും അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങളൊന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട മാങ്ങ, അങ്ങനത്തെ സംഗതികൾ. അപ്പോൾ വെയിലല്ലേ, അപ്പോൾ എന്നെ കൂടാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡാക്കിയിട്ട് അവിടെ മോരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സംഭാരം. അപ്പോൾ അതൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ വന്നത്. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, അവർ കാറിൽ പുറകെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്ഥലത്തെത്തി. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു പരിപാടി നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി, കാരണം അത്രയും പാർക്കിംഗ് ഏരിയയൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള സമയമാണ്, എന്നാൽ പോലും നല്ല ആൾക്കാരും തിരക്കുകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് സെറ്റായി ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണ ഏരിയ അപ്പുറത്തായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോഴും അവിടെ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ, ആ സൈഡിൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്, ദ മറൈൻ വേൾഡ്. അവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് പോലുള്ള സെറ്റിങ്സും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്
മീനൊക്കെ മേളിലാണ് ഗായ്സ്. മിഠായി പോലെ അല്ലേ? അറിയണല്ല കുറച്ച് അതിശയപ്പെട്ട് നോക്കുന്ന ഇവിടെ രണ്ട് സൈഡിലും മേളിലുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി എന്ന് വെച്ചാൽ നമുക്ക് ഈ മീനുകൾ നമ്മൾ കാണാതെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടവരുണ്ടായിരിക്കും, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതും ഓരോന്നും പല പല വെറൈറ്റി മീനുകളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഓരോ അവസരം ഉണ്ടാകുമ്പോഴേ നമുക്കതൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഒരു ഫീലായിരിക്കും കേട്ടോ. നല്ല രസമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് മീനുകൾ കാണാനുണ്ട്. നമ്മളിപ്പോൾ ടിക്കറ്റ് അത്രയും വെർത്താണോ ചോദിച്ചാൽ നമുക്ക് ഇതാണ് അതിൽ മെയിനായിട്ട്. പല ഫിഷുകൾ നമ്മൾ കാണാത്ത വിധത്തിലുള്ള ചെറുതും വലുതായിട്ടുള്ള പലതരത്തിലുള്ള മീനുകളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ആ അക്വേറിയം സെറ്റപ്പൊക്കെ വിട്ട് അങ്ങനെ പുറത്തിറങ്ങി. എല്ലാ സംഭവങ്ങളും നല്ല ടൈം എടുത്ത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും കാണാം കേട്ടോ. അങ്ങനെ ഇരുന്ന് കണ്ട് പുറത്തിറങ്ങിയപ്പോൾ അവിടെ എല്ലാവരെയും ആകർഷിക്കുന്ന വിധത്തിൽ ഐസ്ക്രീം എന്ന് വെച്ചാലും പോരാ, പല ഫ്ലേവേഴ്സായിരുന്നു. അപ്പോൾ ഏതെടുക്കാന്ന് പോലും നമുക്ക് കൺഫ്യൂഷനായി. അങ്ങനെ ഞാനൊരു ബട്ടർ സ്കോച്ച് എടുത്ത് ഞങ്ങൾ നല്ല ആസ്വദിച്ച് കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് അവിടെ നല്ല ആൾക്കൂട്ടം. ഫുള്ള് ക്യാമറ ഓൺ ചെയ്ത് കുറേ പേര്. നോക്കിയപ്പോൾ എന്താ സംഭവം ഇതായിരുന്നു. മത്സ്യകന്യക 2 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ കടലിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് വരികയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ പുറത്ത് വന്നപ്പോൾ എന്താ സംഭവം, അവിടെ ഒരു എക്സിബിഷൻ സെറ്റപ്പ്, അതായത് ഫുള്ള് സൈറ്റ്സ് കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര വെറൈറ്റി ടൈപ്സ് ഓഫ് അച്ചാർ കേട്ടോ, പിക്കിൾസ്, അതായത് എല്ലാ ടൈപ്പും നമുക്ക് രുചിച്ച് നോക്കാനൊക്കെ വേണമെങ്കിൽ തരും കേട്ടോ അവർ കുറച്ച്. പിന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന എല്ലാ സംഭവങ്ങളും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയപ്പോൾ മലയാളീസിൻ്റെ ഏറ്റവും വലിയ ക്രൈസായിട്ടുള്ള ഫുഡിൻ്റെ അവിടെ എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്നും കുറച്ചൊന്നും ഇങ്ങനെ ചുറ്റിക്കണ്ടൊന്നും കഴിക്കാനൊന്നുമില്ല. അത്രയും റേറ്റും ഉണ്ടായിരിക്കും അവിടെ കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ച് അവിടെയൊന്നും കഴിക്കാനൊന്നുമില്ല. അങ്ങനെ സമയം നല്ല നട്ടുച്ചയായിട്ടുണ്ടായിരിക്കും, നല്ല ഉച്ച സമയം. അങ്ങനെ ഞങ്ങളത് പുറത്തിറങ്ങി.